പാമ്പാടി പൊന്നപ്പ സിറ്റിയിൽ ഫെയ എന്ന് പറയുന്ന ഒരു തുണിക്കടയുണ്ട്. അവിടുത്തെ ഓണർ പുള്ളിക്കാരൻ ഒരു കടുത്ത സാംസൺ ആരാധകനാണ്. അദ്ദേഹത്തിന്റെ ജീവനക്കാർക്ക് നൽകിയ ഗിഫ്റ്റ് ഭയങ്കര കേട്ടോ. സഞ്ജു അടിച്ച കളികളിൽ എന്താ പറയുക, വെസ്റ്റ് ഇൻഡീസിനെതിരെ അടിച്ചപ്പോൾ 500 രൂപ കൊടുത്തു, സെമ്മിയിൽ അടിച്ചപ്പോൾ 1000 രൂപ കൊടുത്തു, ഇപ്പോൾ ഫൈനലി പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ 2000 രൂപ കൊടുത്തു. കൂടാതെ അവിടെയുള്ള കുറച്ച് സ്റ്റാഫുമാർക്ക് വിദേശയാത്ര അല്ല വിമാനയാത്ര റെഡിയാക്കി കൊടുത്തു. അങ്ങനെ സ്റ്റാഫുമാരെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ സ്റ്റാഫുമാരെ ഉൾപ്പെടുത്തി. ഒരു വൻ സംഭവം തന്നെ. അതിന്റെ ന്യൂസ് ഒന്ന് കണ്ടു നോക്കിയേ. അത് ഭയങ്കര സംഭവമായിപ്പോയി കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളൊക്കെ സഞ്ജു സാംസന്റെ കടുത്ത ആരാധകനാണെങ്കിലും നമുക്കൊന്നും ആർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു സ്ഥാപനത്തിന്റെ ഉടമ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോൾ ഒരു സ്നേഹിക്കുന്നു, സഞ്ജുവിനെ അത്ര സ്നേഹിക്കുന്നു. അപ്പോൾ സഞ്ജു വന്ന് ക്വാർട്ടർ ഫൈനലിൽ കളിക്കുന്നു, സഞ്ജു റൺസ് അടിക്കുന്നു, സഞ്ജു മാൻ ഓഫ് ദ മാച്ച് ആവുന്നു. അപ്പോൾ ഞാനന്ന് ഉറങ്ങിയത് രാത്രി ഒരു 3 മണിയായപ്പോഴാണ്. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ ഈ സന്തോഷം നമ്മുടെ സ്റ്റാഫുകൾക്കും, നമ്മളെപ്പോഴും ഒത്തിരി കാര്യങ്ങൾ സ്റ്റാഫുകൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഒരു 500 രൂപ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി സഞ്ജു ഉറപ്പായിട്ട് സെമിയിലും മാൻ ഓഫ് ദ മാച്ച് ആവും, ഫൈനലിൽ അടിക്കും, പക്ഷേ മാൻ ഓഫ് ദ മാച്ച് ആവും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു ബുംറയാണ് ആയത്. പക്ഷേങ്കിൽ അപ്പോൾ ഞാൻ സ്റ്റാഫുകളോട് പറഞ്ഞു സെമിയിൽ അടിച്ചു കഴിഞ്ഞാൽ 1000, അത് രണ്ടും കൊടുത്തു, 500 1000 കൊടുത്തു. ഇനിയിപ്പോൾ ഫൈനലിൽ സഞ്ജു അടിച്ചു, നമ്മൾ കൊടുക്കുന്നത് 2000 രൂപയാണ്. അത് ഓൾറെഡി നേരത്തെ എല്ലാ സ്റ്റാഫിനും 2000 രൂപ, എല്ലാ സ്റ്റാഫിനും 2000 വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ത്യ കപ്പടിച്ചു, കൂടാതെ നമ്മുടെ സഞ്ജു മാൻ ഓഫ് ദ സീരീസ് ആയിരിക്കുകയാണ്. അതും സഞ്ജു ക്ലാസ് ആയിട്ടാണ് കളിച്ചത്. കഴിഞ്ഞ ടൂർണമെൻറ്റുകളെ പോലെയല്ല, സഞ്ജു ബോൾ നോക്കി അടിപൊളിയായിട്ട് പെർഫോം. നമുക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയി. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് ആഘോഷിക്കുന്നത്. സഞ്ജുവായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ പക്ഷേ സഞ്ജുവിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ്. ആ ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു സംഭവമാണ് ഈ കാണിക്കുന്നത്. ആ ചേട്ടൻ കാണിച്ചിട്ടുണ്ടല്ലേ, പുള്ളിക്കാരൻ ഒരു 6 സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പം അവിടെ ഇപ്പം 82 സ്റ്റാഫുമാർ ടോട്ടലുണ്ട്. 82 പേർക്കും പുള്ളിക്കാരൻ 500 രൂപ, 1000 രൂപ, 2000 രൂപ വെച്ച് കൊടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന്റെ സന്തോഷം. സഞ്ജു സാംസനെ ക്രിക്കറ്റ് കാണാത്ത ഒരുപാട് പേര് പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ സഞ്ജുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റേലും തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ സംസാരിക്കുമെന്ന്. ക്രിക്കറ്റ് അറിയാൻ മേലാത്തവർ പോലും. അതാണ് ഈ സഞ്ജു സാംസന്റെ ഒരു പവർ. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഓറ പറയാതിരിക്കാൻ മേല കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒരുപാട് സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഭയങ്കര സന്തോഷം ഇത് കണ്ടപ്പോൾ.